ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, 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 മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമപ്പ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി FB പേജിൽ നിങ്ങളുടെ മുൻപിലായി പണിതുകൊണ്ടും കർത്താവ് ഒരു നല്ല അവസരം ഒരുക്കി തന്നുവല്ലോ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വലിയ കൃപയും കരുണയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നാം ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ കർത്താവ് നമ്മളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച വിധങ്ങൾ ഓർത്താൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ ആകും എന്നത് ഇന്ന് ഈ സന്ധ്യയുടെ വേളയിൽ ഞാൻ ചിന്തിച്ചു പോകുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഒരല്പനിമിഷം ചില നന്ദി വാക്കുകൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഒരു ചെറിയൊരു ആലോചനയും നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു അഡ്വാൻസായിട്ട് ഒരു അറിയിപ്പൊന്നും ഇല്ലാതെ ആണ് ഞാനിപ്പോൾ ലൈവിലുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അറിയുവാനും സാധ്യത വളരെ കുറവാണ്. പെട്ടെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കിങ്ങനെ ഒരു ലൈവിലൊന്ന് വരണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് കടന്നു വന്നത് തന്നെ. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുക. ഒരല്പ നിമിഷം വരുന്നവർ വരട്ടെ. നമുക്കൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാള ഗാനത്തിൻ്റെ ചില അടികൾ മാത്രം നമുക്കൊന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് വചനത്തിലേക്ക് കടക്കം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். பிரியமானவர்களே, எத்தனை பேர் ஆயத்தமாயிருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு. பிரியமானவர்களே, அல்லேலூயா. அவருடைய வருகை இன்று என்று நீங்கள் நினைக்கும் பொழுது எப்படியெல்லாம் கர்த்தருக்காக நாம் எப்படி வாழ்ந்துட்டு இருக்கிறோமோ என்பதை நாம் நம்மையே ஒன்று சோதனை பண்ண வேண்டியது அவசியமாக இருக்கிறது. ஆனபடியால் கர்த்தருடைய பிள்ளைகளே, அல்லேலூயா, வாருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. നിങ്ങൾ ചേർന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് എന്നോടുകൂടെ ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം, മഹത്വം, മഹത്വം. അപ്പ അങ്ങയ്ക്ക് സ്തോത്രം. അപ്പ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലിടുവേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലിടുവേ. നാവും പോതാത്, നാളും പോതാത്, ആയുൾ പോതാത്. നാവും പോതാത്, നാളും പോതാത്, ആയുൾ പോതാത്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലിടുവേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലിടുവേ. നാവും പോതാത്, നാളും പോതാത്, ആയുൾ പോതാത്. നാവും പോതാത്, നാളും പോതാത്, ആയുൾ പോതാത്. வாழ்வின் வழியே கால்கள் மீது தளர்ந்து வீழாமல், வாழ்வின் வழியே கால்கள் மீது தளர்ந்து வீழாமல், தாங்கி நடக்கண நினைக்கலையே என் கண்கள் நிறைகின்றதே. தாங்கி நடக்கண நினைக்கலையே என் கண்கள் நிறைகின்றதே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே.
நாவும் போதாது நாளும் போதாது ஆயுள் போதாது. நாவும் போதாது நாளும் போதாது ஆயுள் போதாது. பாபியம் என்னே மீட்டிட இயேசு கல்வாரியில் தனது. பாபியம் என்னே மீட்டிட இயேசு கல்வாரியில் தனது. ஜீவன் தந்தது நினைக்கலையே என் கண்கள் நிறைகின்றதே. ஜீவன் தந்தது நினைக்கலையே என் கண்கள் நிறைகின்றதே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது நாளும் போதாது ஆயுள் போதாது. நாவும் போதாது நாளும் போதாது ஆயுள் போதாது. ஆணிகள் காலில் அடிக்கப்பட்டது என் பேர் காணல்லோ. ஆணிகள் காலில் அடிக்கப்பட்டது என் பேர் காணல்லோ. சிலுவையில் அன்பை நினைக்கலையே என் கண்கள் நிறைகின்றது. க்ளோரி. சிலுவையில் அன்பை நிறைக்கலையே என் கண்கள் நிறைகின்றது. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது நாளும் போதாது ஆயுள் போதாது. நாவும் போதாது நாளும் போதாது ஆயுள் போதாது. பொன்முடி சூடி தொங்கப்பெட்டது என் பேர் காயல்லோ. பொன்முடி சூடி தொங்கப்பெட்டது என் பேர் காயல்லோ. ஒவ்வொரு நாளும் நினைக்கலையே என் கண்கள் நிறைகின்றது. க்ளோரி. ஒவ்வொரு நாளும் நினைக்கலையே என் கண்கள் நிறைகின்றதே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது நாளும் போதாது ஆயுள் போதாது. നാവും പോതാത് നാളും പോതാത് ആയുൾ പോതാത്. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന കിടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകിയ വേളയിൽ കർത്താവേ, അല്പനിമിഷം തിരുവചനവുമായി അടിയൻ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഇപ്പോൾ അടിയനോടുകൂടെ ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. വചനം കേൾക്കുവാനായി കടന്നു വന്നവർ, അവരുടെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട് കർത്താവെ. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്കല്ലാതെ അവർക്ക് നോക്കുവാനായിട്ട് മറ്റു മാർഗമില്ലപ്പ. അങ്ങ് വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന കൃപയാൽ കർത്താവെ, അങ്ങയ്ക്ക് സ്തോത്രം. അങ്ങ് അനുഗ്രഹിച്ച് മാനിക്കണം. ഇന്ന് ഈ വൈകിയ വേളയിൽ എൻ്റെ സഹോദരങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണമേ, രക്തത്താൽ കഴുകി മുദ്രണമേന്ന് പ്രാർത്ഥിക്കും. അവങ്ങളിലേക്ക് നോക്കിന് പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന വചനമുണ്ട് കർത്താവെ. ആകയാൽ അങ്ങയുടെ പൊന്നു മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ചാട്ട് അല്പനിമിഷം തിരുവചനമായി നിൽക്കുന്നു കർത്താവ്. അടിയനെ ബലപ്പെടുത്തണം, കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണം. വചനം കേൾക്കുവാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ കടന്നു വരണം. അതിനായി പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആദ്യമായിട്ട് പ്രാരംഭത്തിൽ തന്നെ ഞാനൊരു 1-2 നിമിഷത്തിലൂടെ ചില നന്ദി എനിക്ക് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദൈവകൃപയാൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഭവമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എല്ലാ വർഷവും അനേകം പോസ്റ്റുകൾ ഇടാറുണ്ട്, അനേകം വിശ്വാസികൾ അറിയിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം എൻ്റെ ഇൻബോക്സിൽ ടൈം ലൈനിൽ വന്ന ഒരു വിശ്വസ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയ ഒരു നിമിഷമായിരുന്നു. അത്രമാത്രം വിശ്വസുകൾ അനേകർ എന്നെ അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഞാൻ പ്രതീക്ഷിക്കാത്തവർ, ഞാൻ അറിയാത്തവർ, എങ്ങനെ എന്നുള്ള ചോദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ആൻസർ ഇല്ല. ഞാൻ അറിയ പോലും ഇല്ലാത്തവർ എത്രയോ പേർ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോൺ കോൾ മൂലമായും അല്ലാതെ മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ ഒക്കെ, പിന്നെ ഫേസ്ബുക്ക് നിങ്ങൾക്കറിയാം എത്രമാത്രം നിറച്ചു എന്നത് നിങ്ങളെല്ലാം കണ്ടതാണ്. അത്രമാത്രം വിശ്വസുകൾ, ആശംസകൾ അറിയിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും മുൻപിൽ ഞാൻ ഒരു നിമിഷം തലയെ കുനിക്കുകയാണ്. കാരണം അതിലൊന്നും ഞാൻ യോഗ്യതയുള്ളവളല്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിനൊന്നും ഞാൻ ഒരു യോഗ്യതയും എനിക്ക് പറയുവാനായിട്ടില്ല. എന്നാൽ കർത്താവിൽ നിങ്ങളെന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് ചിന്തിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് വിശ്വസിക്കാനേ സത്യം പറഞ്ഞ് കഴിയുന്നില്ല. അത്രമാത്രം അനേകരുടെ ആശംസകളും മറ്റുമൊക്കെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വീട്ടിൽ പറയുകയായിരുന്നു. അമേരിക്കയിലുള്ള ഒരു സായിപ്പ് പോലും വിഷയം കാണുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ട ഒരു നിമിഷമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് കർത്താവ് മാനിക്കുമാറാകട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ഞാൻ ഉൾക്കൊള്ളുന്ന റോസ് ഫാമിലി, എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയയുടെയും നാമത്തിലുള്ള പ്രത്യേക നന്ദി എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മാന്യ പ്രേക്ഷകർക്ക്, എൻ്റെ ഇതര ഗ്രൂപ്പുകൾക്ക്, എൻ്റെ മറ്റ് പേജുകൾക്ക് ഒക്കെ എന്നെ മാനിക്കുന്ന നിറയെ പേരുണ്ട്. എനിക്ക് പേര് പറഞ്ഞ് എല്ലാവർക്കും നന്ദി പറയണം, പക്ഷേ അത് സാധ്യമല്ലല്ലോ. എങ്കിലും ഒറ്റ വാക്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഒരല്പ നിമിഷം ഒരു ചെറിയൊരു ആലോചന നിങ്ങളോട് ഞാൻ കൈമാറണമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മെസ്സേജ് 4 മണിയോട് അടുക്കുമ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചത് തന്നെ ഒന്ന് ലൈവിൽ വരണമെന്ന്. വളരെ പെട്ടെന്ന് ഞാൻ ഒരു പോസ്റ്റൊക്കെ അടിച്ചിട്ട് വേഗം ഞാൻ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇടുകയായിരുന്നു. പലരും പല കാരണങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്, പല തിരക്കുകൾ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ പലയിടങ്ങളിൽ പ്രകൃതി അനുകൂലവുമല്ല. അപ്പോൾ ഇവിടെയും നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ നമ്മുടെ ഇന്നത്തെ ലൈവിൽ ഉണ്ട് എന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എങ്കിലും ദൈവമക്കളായിരിക്കുന്ന നമുക്ക് അല്പനിമിഷം കർത്താവിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കാം. കർത്താവ് വചനത്തിലൂടെ തന്നെ നമ്മളോട് സംസാരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയർ, ഒരു ചെറിയ ഒരു ആലോചന കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിരുദിനായി ഓടുക. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിൻ്റെ ട്രാക്കിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ദൈവ പൈതൽ. ഏത് നിമിഷവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും നിൽക്കുവാനോ ഇരിക്കുവാനോ ഉറങ്ങുവാനോ അവകാശമില്ല, ടൈമില്ല. അവർ ഒരു വലിയ ഓട്ടത്തിലാണ്. എന്നാൽ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഓട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ പോർക്കളത്തിലെ ഓട്ടമാണ് ഒരു ദൈവ പൈതൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികയ്ക്കുന്നത് അല്പം അനീശ്വരതരെ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നിരുന്നാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ജീവനുള്ള ഒരു കർത്താവാണ് നമ്മുടെ മുൻപിലുള്ളത്. ലോകത്തെ കണ്ട് ഭയപ്പെടേണ്ട, ആരുമില്ലെന്നുള്ള ദുഃഖമോ ഭാരമോ എനിക്കില്ലല്ലോ ബ്രദറെ. ഇതെൻ്റെ പേജാണ്, വേറെ ആരുടെയും പേജല്ല, എൻ്റെ സ്വന്തം പേജാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ അഡ്മിന്മാരെല്ലാവരും ഉണ്ട്. എനിക്ക് പോരെ, ഞാനെന്തിനാ ദുഃഖിക്കുന്നത് ആരുമില്ലെന്നും പറഞ്ഞിട്ട്? കേട്ടോ? അതുകൊണ്ട് സമാധാനത്തോടെ ഇരുന്ന് വചനം കേൾക്കുക. വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. മനുഷ്യൻ്റെ മുഖത്തെ മനുഷ്യനാണ് നോക്കുന്നത്, എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നവനാണ്. മനസ്സിലായോ? ഹൃദയം മനുഷ്യന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്, മനുഷ്യന്റെ മുഖത്തെ അല്ല. അപ്പം അതുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കണ്ട കേട്ടോ. ഒരു വലിയ വമ്പൻ വിഷയമൊന്നുമല്ല. ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. മനസ്സിലായല്ലോ? എനിക്ക് അങ്ങനെ ദുഃഖമില്ല. ഞാനിപ്പോൾ എൻ്റെ അഡ്മിന്മാരോട് അത് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ. കാരണം അനൗൺസ്മെൻ്റ് ഇല്ല.
അനൗൺസ്മെന്റ് ഇല്ലാതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. എൻ്റെ പേജിൽ എനിക്ക് എപ്പോഴെങ്കിലും വരത്തില്ലേ ബ്രദറെ? അതിനെനിക്ക് ആരോടെങ്കിലും കണക്ക് പറയണോ? വേണ്ടല്ലോ. അതുകൊണ്ട് അതെനിക്ക് വിഷയമില്ല. ആരും ഇല്ല എന്നുള്ള ദുഃഖം എനിക്ക് ഇല്ല. വചനം കർത്താവിൻ്റെതാണ്, വചനം ദൈവമാണ്. ആ വചനത്തെ കേൾക്കുവാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ. അതിനെന്തിനാ നമ്മൾ ദുഃഖിക്കുന്നത്? നമ്മൾ ആരെയും കൂട്ടിക്കൊണ്ട് വരണ്ടെന്നേ. വചനം കേൾക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വരും. ഹൃദയത്തിനുള്ളത്തിനാഴത്തിൽ വചനം ക്രിയ ചെയ്യുമ്പോൾ അവർ കടന്നു വരും. അല്ലാത്തവരൊക്കെ അങ്ങ് ഓടിപ്പോകും. അത് നമുക്ക് വിഷയമല്ല കേട്ടോ. ഓക്കെ, അത് പോട്ടെ. അപ്പോ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികയ്ക്കുന്നത് ഒരു അല്പം വിഷയമാണ്, അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഓട്ടത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഓടുന്നവരങ്ങ് ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലരെങ്ങനെയാ ഓടുന്നറിയാമോ? അത് നമ്മൾ മനസ്സിലാക്കണം. ചിലർ ഓടുന്നത് ചിലരെ തള്ളി വിട്ടിട്ട് ഓടാറുണ്ട്. ഓട്ടപ്പന്തയം വെച്ചാൽ ചിലരെന്ത് ചെയ്യും? ചിലരെ തള്ളി വിട്ട് ഓടാറുണ്ട്. ചിലർ അലസത കാണിച്ച് ഓടാറുണ്ട്. മടിയന്മാരായിട്ട് ഓടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഓട്ടത്തിൽ അവർ തോറ്റുപോകും. ഓട്ടപ്പന്തയത്തിൽ അവർ തോറ്റുപോകും. ഓടുന്നവർ സ്ഥിരതയോടെ ഓടുവാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ഓട്ടപ്പന്തയത്തിൽ വിജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ ദൈവമക്കളെ. എന്നാൽ മറ്റുള്ളവരുടെ ഓട്ടം കണ്ടിട്ട് ചിലർ ഓടാറുണ്ട്. അങ്ങപ്പുറത്ത് ഇങ്ങപ്പുറത്ത് നോക്കിക്കൊണ്ട് ഓടാറുണ്ട് ചിലർ. എന്നാൽ അങ്ങനെ ഓടുന്നവർ വീണു പോകും. അവർ ഓടത്തുമില്ല. മറ്റുള്ളവർ നോക്കി നോക്കി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ഓട്ടപ്പന്തയത്തിൽ വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുക? ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷം നമുക്ക് ചിന്തിക്കുവാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ തന്നെ ചില ഓട്ടങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ജീവരക്ഷയ്ക്കായി ഓടുക. പ്രൈസ് ദി ലോർഡ്. ജീവരക്ഷയ്ക്കായി ഓടുക. നമുക്കറിയാം, ഇവിടെ ഈ വേദഭാഗത്തിന്റെ ചരിത്രത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ അവിടെ അബ്രഹാമിനെയും ലോത്തിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം, ലോത്ത്, രണ്ട് വ്യക്തികൾ, രണ്ട് വഴി, രണ്ട് ദർശനം പ്രാപിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, യഹോവയായ ദൈവം സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം പ്ലാൻ ചെയ്തു, പദ്ധതി ഇട്ടു. എന്നാൽ അബ്രഹാം നിമിത്തം ലോത്തിനെ ദൈവം വിടുവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതിനാണ് ദൈവം ലോത്തിനോട് പറഞ്ഞതാണ്, നിന്റെ ജീവരക്ഷയ്ക്കായിട്ട് ഓടുക എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ലോത്തോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ യാത്ര ചെയ്യുകയാണ്. ഇന്നേക്ക് അനേക കുടുംബങ്ങളിലും അങ്ങനെയൊക്കെയാ. 4 പേർ 5 പേർ ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരാൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ 2 പേരായിരിക്കും പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ ആ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ മറ്റവരും അങ്ങ് പോകുകയാ ചെയ്യുന്നത്. എന്നാൽ വിളിക്ക് യോഗ്യർ, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ഒരാമേൻ പറയാമോ ദൈവമക്കളെ? തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അബ്രഹാം വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടു. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവ പൈതലെ, ലോത്ത് തിരഞ്ഞെടുത്തത് സോദോം ഗൊമോറ പട്ടണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോദോം ഗൊമോറ പട്ടണത്തെയാണ് ഇവിടെ ലോത്ത് തെരഞ്ഞെടുത്തത്. എന്നാൽ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമാണ് ഈ സോദോം ഗൊമോറ പട്ടണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ് മക്കളെ. എന്നാൽ ഈ ഭൗതിക കാര്യങ്ങളിൽ ലോത്ത് ശ്രദ്ധ പതിപ്പിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ അബ്രഹാമോ, ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാം, ദൈവം വിളിച്ച് വേർതിരിച്ച അബ്രഹാം, ഭവനത്തെയും പിതൃഭവനത്തെയും വിട്ടിട്ട് അബ്രഹാം ദൈവത്തിന്റെ ആലോചന പ്രകാരം യാത്ര പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ദർശനം പ്രാപിക്കാത്ത ലോത്ത് അബ്രഹാമിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. പ്രിയരെ, പലരും ഇങ്ങനെയൊക്കെയാണ് ലോത്തിനെ പോലെ യാത്ര ചെയ്യുന്ന പലരെയും കാണുവാനായിട്ട് കഴിയുന്നു. കുഞ്ഞേ, നിനക്ക് വിളിയുണ്ടോ? തിരഞ്ഞെടുപ്പുണ്ടോ? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹവും നന്മയും
പ്രാർത്ഥനയുമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലരും പ്രാർത്ഥനയിൽ പോലും സ്വാർത്ഥത കാണിക്കുന്നത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും പ്രാർത്ഥനയിൽ പോലും സ്വാർത്ഥത കാണിക്കാറുണ്ട്. നമുക്കറിയാം, ഇയ്യോബിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇയ്യോബ് സ്നേഹിതർക്കായി പ്രാർത്ഥിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അബ്രഹാം കനാൻ ദേശത്ത് കൂടാരം മാറ്റി മാറ്റി അടിച്ച് താൻ യാത്ര പുറപ്പെടുകയാണ്. പ്രിയ ദൈവ പൈതലേ, ലോത്ത് അബ്രഹാമിൽ നിന്നും വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോയി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ദർശനം പ്രാപിക്കാത്ത ലോത്തിനോട് ദൈവം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നിന്റെ ജീവരക്ഷയ്ക്കായി ഓടുക. ഹല്ലേലൂയ. നിന്റെ ജീവരക്ഷയ്ക്കായിട്ട് നീ ഓടുക. പട്ടണത്തിൽ ജീവിച്ച ലോത്ത് ലോക സുഖത്തിൽ മുഴുകി. പ്രിയ ദൈവമക്കളെ, അബ്രഹാമിനെ നോക്കുമ്പോൾ അബ്രഹാം കനാനിൽ ജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ നിത്യ ജീവിതത്തിനായി അല്ലെങ്കിൽ ഒരു നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടി തന്നെ താൻ വാഞ്ചിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, നമുക്കറിയാം, കോരഹ പുത്രന്മാർ ആസാഫ്, ദാവീദ് ഇവരെല്ലാം ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുവാൻ ആഗ്രഹിച്ചു എന്ന് നമുക്ക് വചനത്തിലൂടെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ലോത്ത് എന്ന വാക്കിന്റെ അർത്ഥം വലഞ്ഞുപോയ നീതിമാൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് ദൈവമക്കളെ. ആകയാൽ ജീവരക്ഷയ്ക്കായി ഓടുവാനായിട്ട് ഹല്ലേലൂയ ദൈവം ലോത്തിനോട് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നാം ഇപ്പോൾ ലൈവിലായിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നാം ഒരിടത്തെ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കണം, ജനങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ ജനങ്ങൾ, അത് സ്ഥലം, പ്രവൃത്തികൾ, ഇതൊക്കെ നാം നോക്കി വേണം നാം സ്ഥലം തിരഞ്ഞെടുക്കുവാനായിട്ട്. ഞാൻ ഈ റോഡിൽ ഒരു അല്പസ്ഥലം ഞാൻ വാങ്ങിച്ചപ്പോൾ 2010 വാങ്ങിച്ചതാണ്. അത് വാങ്ങിക്കുമ്പോൾ ദൈവമക്കളെ, ഞങ്ങൾ കുറച്ച് നാൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേ പോയില്ല. എന്നാൽ നാളുകൾ കഴിഞ്ഞ് ഞങ്ങളവിടെ താമസിക്കണം, വീട് വെക്കണം എന്ന് പറഞ്ഞൊക്കെ വീട് വെച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ ആൾക്കാർ തീരെ, ആ ദേശക്കാർ തീരെ ദൈവഭയമില്ലാത്തവർ തന്നെയാണ്. അതുപോലെ തന്നെ ഏത് സമയവും ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞായറാഴ്ച ദിവസങ്ങളിലൊന്നും അതുവഴി കടന്നു പോകാൻ പോലും പറ്റത്തില്ല. അതുപോലെ വാർത്തകൾ സംസാരിക്കും, നമുക്ക് കേൾക്കുവാൻ കഴിയാത്ത തരത്തിൽ. ഞങ്ങൾ അവിടെ വിറ്റിട്ട് ഇങ്ങ് പോരുകയാണ് ചെയ്ത്. ഞങ്ങളവിടെ വിറ്റിട്ട് തിരുപ്പൂരിൽ ഞങ്ങൾ ഒരല്പം ലാൻഡ് വായിക്കാനായിട്ട് ദൈവം ഇടയാക്കി. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരാംശം, ദൈവമക്കൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള വഴി ഉണ്ടോ, മാർഗമുണ്ടോ എന്ന് നാം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നാം അവിടെ ആയിരിക്കുവാൻ. അല്ലാത്ത പക്ഷം ദൈവഹിതമല്ലാത്ത ഇടങ്ങളിൽ കൂട്ടുകെട്ടാകട്ടെ, നമ്മുടെ പോക്കുവരത്താകട്ടെ, ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അവരെ വിട്ട് നമ്മൾ ദൂരം പോകണമെന്നാണ് തന്നെയാണ് പറയുന്നത്. ആകയാൽ ഇവിടെ ലോത്തിനോട് ദൈവം പറഞ്ഞു, നിന്റെ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുവാനായിട്ട്. രണ്ടാമതായിട്ട് മറ്റൊരു ഓട്ടം നമുക്ക് കാണുവാൻ കഴിയും ദൈവമക്കളെ. പാപത്തിൽ വീഴാതെ ഓടുക. പാപത്തിൽ വീഴാതെ ഓടുക. ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായി കഴിയുന്നു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ദൈവ പൈതലേ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പ്രിയരെ, നമുക്കറിയാം, ജോസഫിന്റെ ചരിത്രം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല. എല്ലാവർക്കും ജോസഫിന്റെ ചരിത്രം വ്യക്തമാണ്, നല്ല വ്യക്തതയോടുകൂടി അറിയാൻ കഴിയും. എന്നാൽ ജോസഫിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ജോസഫിനെ ദൈവമക്കളെ തന്റെ സഹോദരന്മാർക്ക് ആഹാരവുമായി ഭക്ഷണവുമായി കടന്നു വരുന്ന ജോസഫിനെ സഹോദരന്മാർ കൊണ്ടുവന്ന ഭക്ഷണത്തെ എല്ലാം എടുത്ത് ഭക്ഷിച്ചതിന് ശേഷം എന്താ ചെയ്ത? പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ജോസഫിനെ കൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ ജീവനെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന നല്ല സഹോദരന്മാരെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അത് ശേഷമായി വീണ്ടും ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് എന്താ ചെയ്ത്? ഇസ്മായിലി കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. ഇസ്മായിലി കച്ചവടക്കാർ എന്ത് ചെയ്തു? ജോസഫിനെ പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് വിറ്റുകളയുന്നതായിട്ട്, വിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് ദൈവമക്കളെ, ഫറവോന്റെ അകമ്പടി നായകനായിരിക്കുന്ന പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് ജോസഫിനെ വിറ്റു. എന്നാൽ അവിടെ ജോസഫിനെ ആ ഭവനത്തിന്റെ വിചാരകനാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താ?
അയ്യോ എൻ്റെ പൊന്നു സഹോദരൻ, ഇങ്ങനത്തെ കമൻ്റൊക്കെ പറഞ്ഞ എങ്ങനെയാ? സാരമില്ല, എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല, എഴുതിക്കോ. എന്നാൽ ദൈവ പൈതൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നല്ലപോലെ ശ്രദ്ധിച്ചോ അനിൽ ബ്രദർ, എന്താ അനീഷ് ബ്രദറെ, വചനം ശ്രദ്ധിച്ചോ, ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ വചനം ഇങ്ങനെ വ്യക്തമാക്കുന്നത്, ജോസഫ് സുന്ദരനാണ്, കോമളനാണ്, പവിഴ നിറമുള്ളവനാണ്, സുനേത്രനാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ജോസഫിനെ കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്. അങ്ങനെയുള്ള ജോസഫിനെ ദൈവമക്കളെ ഈ പൊത്തിഫേറിന്റെ ഭാര്യ പാപം ചെയ്യുവാനായിട്ട് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ അകപ്പെടുത്തുവാനായിട്ട്, ഈ പാപത്തിലേക്കൊന്ന് തള്ളിവിടാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, ജോസഫ് എന്താണ് ജോസഫിനെ കുറിച്ച് പിന്നെയും പറയുന്നത്, ജോസഫ് ദൈവ ഭയമുള്ളവനാണ്. ജോസഫിന് പാപം ചെയ്യാൻ കഴിയുകയില്ല, കാരണം ജോസഫ് ദൈവ ഭയമുള്ളവനാണ്. ഏത് നിമിഷവും ദൈവിക സാന്നിധ്യം ഉള്ള ഒരു വ്യക്തിയാണ് ജോസഫ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പാപത്തെ വിട്ട് താൻ ഓടി, താൻ തന്റെ കയ്യിലിരുന്ന വസ്ത്രത്തെ വലിച്ചെറിഞ്ഞിട്ട് താൻ ഓടിപ്പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവളോ തന്ത്രപൂർവം ഈ ജോസഫിനെ കുടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇന്നേക്ക് അങ്ങനെയൊക്കെയാ പലരും ഇല്ലാത്ത കാണാൻ വയ്യാത്ത ചെയ്യാൻ വയ്യാത്ത പാപമെല്ലാം കൊടും പാപം ചെയ്തു കൂട്ടിയിട്ട് നല്ലവരെ പോലെ നടിച്ച് നിൽക്കുന്ന എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നോക്കണമേ, ഇവൾ പാപത്തിന് വേണ്ടി ഒരുങ്ങി വന്ന്, പക്ഷേ ജോസഫ് പാപത്തെ വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഭർത്താവ് വന്നപ്പോൾ എത്രമാത്രം നടിച്ച് ജോസഫിനെ അവൾ തള്ളി പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വചനത്തിലില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ ദൈവമക്കളെ, ജോസഫിനെ വീണ്ടും അവർ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയ ദൈവ പൈതലേ, എന്നാൽ ജോസഫിനെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം നിന്നെ നിന്ദിച്ചാലും, ലോകം നിന്നെ അപമാനിച്ചാലും, പ്രിയ ദൈവ പൈതലേ, നീ നിൽക്കുന്ന ഇടത്ത് കർത്താവിനെ നീ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവിന്റെ നാമത്തെ നീ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ സ്ഥാനമുള്ള കാറ്റ് 4 സൈഡിൽ നിന്ന് അടിച്ചാലും നിനക്ക് ഒരു പതർച്ചയും ഉണ്ടാകത്തില്ല. നീ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നിനക്ക് കൃപ തരും. ഇവിടെ ജോസഫിന് ഇത്രമാത്രം വലിയൊരു പ്രതികൂലം ഏർപ്പെട്ടപ്പോഴും പ്രിയരെ, ജോസഫ് കലങ്ങിപ്പോയില്ല, കുലുങ്ങിപ്പോയില്ല. ജോസഫിനെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം എവിടെയാണ്? അല്ലെങ്കിൽ ദൈവമക്കളെ, ജോസഫിനെ മിസ്രൈമിലെ ഹല്ലേലൂയ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നേ. ഹല്ലേലൂയ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ, സഹോദരനെ സഹോദരിയെ, നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്നോടുകൂടെ യേശുവിന്റെ കരമുണ്ട്, നിന്നോടുകൂടെ യേശുവിന്റെ ഒരു അത്ഭുത പ്രവൃത്തി ഏത് നിമിഷവും കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ദൈവം ജോസഫിനെ ഉയർത്തി മാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ശിംശോന്റെ ചരിത്രം നമുക്ക് ഏവർക്കും നന്നായിട്ട് അറിയാം. ആരായിരുന്നു ശിംശോൻ? നാസീർ വ്രതക്കാരൻ, പരിച്ഛേദന ഏറ്റവൻ, ദൈവകൃപ പ്രാപിച്ചവൻ, ദൈവത്തിന്റെ നീരുറവയിൽ നിന്ന് കുടിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത്രമാത്രം കൃപയുള്ള, ദൈവ കൃപയുണ്ടായിരുന്ന ഈ ശിംശോൻ, പ്രൈസ് ദി ലോർഡ്, ശിംശോനെ കുറിച്ച് പഠിക്കുമ്പോൾ, ശിംശോൻ ലോകമെന്ന ദലീലയുടെ മടിയിൽ തലവെച്ചുറങ്ങി. എന്ത് സംഭവിച്ചു? ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. തന്റെ ജടകൾ കത്തിരിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എത്രയോ ശിംശോന്മാർ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആരും അറിയാതെ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുണ്ടല്ലോ. ദൈവ പൈതലെ, ഭാര്യയെ മറച്ച് ചെയ്യുന്ന ഭർത്താവും, ഭർത്താവിനെ മറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ മറച്ച് ചെയ്യുന്ന പാപം ചെയ്യുന്ന ഭാര്യ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ മറച്ച് കണ്ടമാനം ഇഷ്ടം പോലെ ജീവിക്കുന്ന മക്കൾ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകണം, ഒരു ചേഞ്ച് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപം നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുമെന്നറിയാമോ? പ്രിയ ദൈവ പൈതലെ, നമ്മിലുള്ള സകല കൃപകളും നഷ്ടപ്പെട്ടവരായി
നമ്മൾ തീരുവാൻ തക്കപ്പെടും ഇടയായിത്തീരും. ആകയാൽ ആത്മീക മയക്കം എന്ന് പറയുന്നത് അത് പാപത്തിൽ എത്തിക്കും എന്നത് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അത് മാത്രമല്ല, പിശാചാണവൻ ലക്ഷ്യമിടുന്നത് നമ്മുടെ തീരുമാനങ്ങളെയും പ്രതിഷ്ഠകളെയും ഒക്കെയാണ്. പലപ്പോഴും നാം പറയാറുണ്ട്, ഞാൻ അങ്ങ് ഉപവാസം എടുക്കും, ഞാൻ 7 വെള്ളിയാഴ്ച ഉപവസിക്കും, പ്രാർത്ഥിക്കും, ഞാൻ നിരന്തരം പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കും. ഇങ്ങനെയൊക്കെ നാം ദൈവസന്നിധിയിൽ തീരുമാനിക്കും, പ്രാർത്ഥിക്കും, പ്രതിഷ്ഠിക്കും. ദൈവസന്നിധിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മുൻപോട്ട് വരുമ്പോഴാണ് ശത്രുവായവൻ നിന്റെ മേൽ ഓരോ തന്ത്രങ്ങൾ ഇണക്കിക്കൊണ്ട്, ഓരോ തന്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് നിന്നെ ഫോളോ ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ എത്രമാത്രം മുൻപോട്ട് വരുന്നുവോ അത്രമാത്രം നിന്നെ തള്ളി വിടുവാൻ, നിന്നെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ശത്രുവായവൻ പല പദ്ധതികളാണ് ഇണക്കിക്കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ഒരു ദൈവ പൈതൽ എന്താണ് ചെയ്യേണ്ടുന്നത്? ഓരോ ദിവസവും വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി ആത്മീക നിലവരം അത് എപ്രകാരമായിരിക്കുന്നു എന്നത് ശോധന കഴിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഹോസ്പിറ്റലൊക്കെ ഈ ഓക്സിജൻ കൊടുക്കുന്ന ഒരു ലെവലുണ്ട്. ഓക്സിജൻ കൊടുക്കുമ്പോൾ അത് ഓക്സിജൻ കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കും, പേഷ്യന്റ് സാച്ചുറേഷൻ എത്ര കൂടിയോ കുറഞ്ഞോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി? ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ തിരിച്ചറിയാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ ദൈവ പൈതൽ വചനമാകുന്ന കണ്ണാടി നോക്കിയിരിക്കാനല്ല പറഞ്ഞത്, ദിനംതോറും പുസ്തകം വായിക്കണം, തുറന്ന് പുസ്തകത്തെ വായിക്കണം. നിങ്ങൾ പുസ്തകം വായിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകാനാണോ? ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേൾക്കുവാനാണോ? ആരെങ്കിലും നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചിന്തിക്കാനാണോ? അതാണോ ആത്മീക ജീവിതം? ഹല്ലേലൂയ. നമ്മെ തന്നെ ശോധന കഴിക്കണം ദൈവമക്കളെ. ഓരോ ദിവസവും, ഓരോ നിമിഷവും, എന്റെ കർത്താവേ, എന്റെ ജീവിതം എങ്ങനെയാ? എന്റെ കർത്താവിന്റെ ആത്മീക ജീവിതത്തില് കുറവുകൾ വല്ല സംഭവിച്ചുവോ? മന്ദത വല്ല ഉണ്ടായോ കർത്താവേ? അപ്പാ, എങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് ഹല്ലേലൂയ പരിശുദ്ധപ്പെടുത്തണമേ, ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് ഓരോ നിമിഷവും ദൈവമായിട്ടുള്ള ബന്ധമുണ്ടാകണം, ദൈവമായിട്ട് തീരുമാനമുണ്ടാകണം, ദൈവമായിട്ട് സംസാരിക്കണം സഹോദരി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥന കണ്ടേ ചോടിപ്പോകും. പിന്നെ എങ്ങനെയാ ഗുണം പിടിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരുടെയെങ്കിലുമൊക്കെ വിഷയങ്ങൾ കണ്ടാൽ പ്രാർത്ഥിക്കാൻ ഒരു ഒരുക്കമുണ്ടാകണമെന്നേ, കടന്നു വരണം. നമ്മൾ മറ്റുള്ളവരെക്കാൾ മുൻപിൽ നിൽക്കണം, 1 നമ്പർ ആയിരിക്കണം ദൈവസന്നിധിയിൽ. എത്ര പേർക്ക് സാധിക്കുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന വിഷയം കണ്ടാവും, അവരൊക്കെ അങ്ങ് പ്രാർത്ഥിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം. എനിക്ക് എൻ്റെ ശബ്ദം ശരിയില്ല, അല്ലെ ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചേനെ, എനിക്കിപ്പോൾ ഇവിടുത്തെ സാഹചര്യം അല്പം മോശമാണ്, അല്ലെ ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചേനെ. ഇന്ന് ഞാൻ എൻ്റെ പോസ്റ്റർ, എൻ്റെ ഈ മെസ്സേജിൻ്റെ പോസ്റ്റർ ഏകദേശം ഒരു 4 മണി 5 മണിയായി തോന്നും. ഞാനത് എൻ്റെ ഗ്രൂപ്പിലിട്ടതാണ്. എൻ്റെ ടൈമിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പേജിൽ, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ എൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ 4 അഡ്മിന്മാരത് കണ്ടു. എൻ്റെ 26 മെമ്പേഴ്സ് കണ്ടു. ഒരൊറ്റ കുഞ്ഞു പോലും ആ പോസ്റ്റിനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ ആൻറ്റി ഇതെന്തോ ഇതൊക്കെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നത്? പിന്നെ എവിടെ പറയേണ്ടത്? എൻ്റെ ഹൃദയത്തിനുള്ളത്തിനാഴത്തിൽ ഒരല്പനിമിഷം ഞാൻ വേദനിച്ചു പോയി. ആരൊക്കെയാണെന്ന് ഞാൻ നോക്കി. നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുഞ്ഞെ, എന്ത് സുവിശേഷമാണ്, എന്ത് ആത്മീയതയാണ് നിങ്ങൾക്കുള്ളത്? കർത്താവ് വരാറായില്ലേ? ഈ തകർന്നു പോയ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ? ഹല്ലേലൂയ. മന്ദീഭവിച്ച അവസ്ഥ എത്ര നാൾ കൊണ്ട് നടക്കും? ജീവിതത്തിൽ വളരണ്ടേ, ക്രിസ്തുവിൽ വളരണ്ടേ, ഓരോ ദിവസവും വളരണ്ടേ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് വന്നാൽ പോകുമോ? എങ്ങനെ പോകും? എങ്ങനെ പോകാൻ കഴിയും? ചുമ്മാ പറയാം, ഞാനും പോകും. എവിടെ പോകാനാ? എങ്ങനെ പോകാനാ? ജീവിതം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഏത് നിമിഷവും പ്രാർത്ഥിക്കുവാനും പാടുവാനുള്ള മനസ്സ് വേണം, ഒരുക്കം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുക്കമില്ലാതെ എങ്ങനെയാ ദൈവത്തിൽ നമ്മൾ ക്രിസ്തുവിൽ നിലനിൽക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് പ്രയാസം തോന്നും. പലർക്കും പ്രാർത്ഥിക്കുവാൻ മനസ്സില്ല, പലർക്കും പ്രാർത്ഥിക്കുവാൻ ഒരുക്കമില്ല, പലർക്കും പ്രാർത്ഥിക്കുവാൻ വാഞ്ചയില്ല, ദാഹമില്ല. നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരാ?
എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേർ തകർന്നു പോകുന്നവരില്ലേ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ രാജ്യത്തിന്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? സ്റ്റേറ്റ് അധികാരികൾ, കുടുംബങ്ങൾ, നമ്മുടെ ജനങ്ങൾ, നമുക്ക് നല്ല ഭരണകൂടം, ഇതൊക്കെ വേണ്ടേ? എൻ്റെ പ്രിയരെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകത്തില്ല. ഇങ്ങനെ പോയാൽ ഇങ്ങനെ തന്നെ പോകാം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഈ വൈകിയവേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഏത് നിമിഷവും കർത്താവിന്റെ വരവുണ്ട് എന്നത് നാം അറിഞ്ഞുകൊണ്ട് വേണം ഈ നാളുകളായി വിശ്വാസ പോർക്കളത്തിൽ പോരാടുവാൻ, വിശ്വാസ പോർക്കളത്തിൽ ഓടുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടപ്പന്തയത്തിന് നമുക്ക് സമ്മാനമുണ്ട് സഹോദരങ്ങളെ. കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രതിഫലം തരുവാൻ വേണ്ടി കർത്താവ് വരാൻ പോകുക. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ നാം ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന കഴിച്ച്, നമ്മെ തന്നെ ഹല്ലേലൂയ ശോധന കഴിച്ച് നാം മുമ്പോട്ട് പോകണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് ദൈവമക്കളെ, ജനം നിന്നെ ഉയർത്തുമ്പോൾ ഒഴിഞ്ഞു പോകണം. ചിലർ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും, നമ്മളെ കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്തി പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവർ വന്നു തന്നെ പിടിച്ചു രാജാവാക്കുവാൻ ഭാവിക്കുന്നു. ഹല്ലേലൂയ. എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ദൈവമക്കളെ, ഇത് നമുക്കറിയാം. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചു. എന്നാൽ ഇതൊക്കെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഓടി ചാടി ഇങ്ങോട്ട് വന്നിട്ട് യേശുവിനെ അങ്ങ് രാജാവാക്കാൻ ശ്രമിക്കുക. പക്ഷെ കർത്താവോ അവരുടെ മനസ്സിന്റെ ഉള്ളത്തിനാഴത്തിൽ അവർ എന്താണ് ഭാവിച്ചെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. കർത്താവ് അവിടുന്ന് മാറിക്കളഞ്ഞു. അതാണ് പറഞ്ഞത്, യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ചു മലയിലേക്ക് പോയി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയ ദൈവ പൈതലേ, ആരെങ്കിലും ഹല്ലേലൂയ നമ്മെക്കുറിച്ച് ഉയർത്തി പറയാൻ, പുകഴ്ത്തി പറയാൻ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, അതിൻ്റെ പുറകിൽ എന്തോ ഒരു കഥ ഉണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നാളുകളായി പ്രിയ ദൈവ പൈതലേ ജീവിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല ദൈവങ്ങളെ, ഒരിക്കലും നമുക്ക് കഴിയില്ല, നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവരുത്. അത് പൈശാചിക ചിന്തയുമാണ്. നമ്മെ താഴ്ത്തുമ്പോൾ, വചനം പറയും, നമ്മെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നമ്മളെ ആരെങ്കിലും പുകഴ്ത്തി പറയാൻ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഉയർത്തി പറയുവാനായിട്ട് കടന്നു വന്നാൽ ദൈവമക്കളെ അവിടെ നിന്നേക്കരുത്, അവിടുന്ന് ഒറ്റ ഓട്ടം ഓടിയേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, അടുത്തായിട്ട് ഒറ്റ പോയിന്റും കൂടെ പറഞ്ഞാൽ വളരെ വേഗത്തിൽ അവസാനിപ്പിച്ചു കൊള്ളാം. ദൈവമക്കളെ, വിരുദിനായി ഓടുക, ഇതാണ് നമ്മുടെ വിഷയം. വിരുദിനായി ഓടുക. ഒരു ദൈവ പൈതനെ സംബന്ധിച്ചിടത്തോളം സകല ഓട്ടങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി ഒരു വിരുദ് അവിടെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. 1-2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് വേണ്ടി നീതിയുടെ കിരീടം വെച്ചിരിക്കുകയാണ്. ആകയാൽ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അത് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവമക്കളെ, ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോവുകയാണ്. ആരും ഓൺലൈനിൽ പോകരുത്. പ്രിയ ദൈവ പൈതലേ, നമുക്കറിയാം, ഒരു കഴുകൻ, പാടത്തിൽ പറന്നു വന്ന ഒരു കഴുകൻ ഒരു അണ്ണാൻ കുഞ്ഞിനെ കണ്ടു. എന്താണ് ചെയ്യുന്നറിയാമോ? അണ്ണാനെ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നണമെന്നുള്ള ഒരൊറ്റ മോഹത്തിൽ ആ കഴുകൻ ഭൂമിയിലേക്ക് പറന്നു. എന്നാൽ ഈ കഴുകനെ അണ്ണാനും കണ്ടു. അണ്ണാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഓടിപ്പോകാൻ തുടങ്ങി. കഴുകനും ഫോളോ ചെയ്ത് വരികയാണ്. എങ്ങനെയെങ്കിലും ഈ അണ്ണാനെ പിടിച്ച് തിന്നണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ്. അവസാനം ഈ അണ്ണാൻ എന്ത് ചെയ്യുന്നറിയാം? വളരെ വേഗത്തിലോടി അണ്ണാൻ ഒരു ചെറിയൊരു പൊത്ത് കണ്ടു. ആ പൊത്തിനകത്തോട്ട് അണ്ണാൻ ഓടി ഒളിച്ചു കയറിപ്പോയി. അതിനുശേഷം കഴുകൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴുകൻ നിരാശയോടെ ആ പൊത്തിന്റെ വെളിയിലിരുന്നു കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു: എങ്ങനെ
നീ രക്ഷപ്പെട്ടു എന്ന്. എങ്ങനെ നീ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഈ അണ്ണാന്റെ മറുപടി ശ്രദ്ധിക്കണം ദൈവമക്കളെ. കഴുക, നീ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് നിനക്കെന്നെ കൊന്നു തിന്നണം, എന്നാൽ ഞാൻ ജീവരക്ഷയ്ക്കായി ഓടിയല്ലേ പറ്റും എന്നാണ് ഈ അണ്ണാൻ പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നു അല്ലെങ്കിൽ വിശ്വാസ ജീവിതം വിജയം പ്രാപിക്കുവാൻ വേണ്ടി നാം എല്ലാവരും ഓടിയെങ്കിലല്ലേ പറ്റുകയും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അനേക എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, എതിർപ്പുകൾ, ഒരുപാട് പോരാട്ടങ്ങൾ ഒക്കെ നമ്മുടെ മുൻപിൽ കടന്നു വന്നു എന്ന് വരാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയിൻ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, നീതിയിൻ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ നീതിയുടെ കിരീടത്തിനായി നമുക്കെല്ലാവർക്കും വാഞ്ചയോടുകൂടെ വിശ്വാസ പോർക്കളത്തിൽ ട്രാക്ക് മാറിപ്പോകാതെ നമുക്ക് മുൻപോട്ട് യാത്ര തുടരാം. വിശുദ്ധിയോടെ, വേർപാടോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ്, ഞങ്ങൾ കേട്ടതായി വചനം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് കർത്താവേ അനുഗ്രഹവും നന്മയുമായി തീരുവാൻ ദൈവം സഹായിക്കും. ഇന്ന് വചനത്തിന് മുൻപിലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാൽ അവിടുത്തെ തങ്കച്ചോരയാൽ എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിടമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം, കേട്ട വചനത്തിനായി സ്തോത്രം. അനുഗ്രഹിച്ച് മാനിക്കണപ്പം സകലരെയും കർത്താവ് അനുഗ്രഹിക്കണം. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, 1-2 നിമിഷങ്ങൾ കൂടെ ചില കാര്യങ്ങൾ കൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ റോസ് ഫാമിലി എന്ന് പറയുന്ന ഈ FB പേജിൽ തന്നെ റോസ് ഫാമിലി പ്രാർത്ഥന ഗ്രൂപ്പ് എന്നും റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്നും 2 ഗ്രൂപ്പ് കൂടെ നമുക്ക് ഫേസ്ബുക്കിലുണ്ട്. നിങ്ങൾക്ക് ഈ നമ്മുടെ ശുശ്രൂഷയോട് ചേർന്ന് പോകാൻ താല്പര്യമുള്ളവർ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ആഡ് ആകുക. അത് മാത്രമല്ല ദൈവമക്കളെ, മെസ്സഞ്ചറിൽ നമുക്ക് 3 ഗ്രൂപ്പുകളുണ്ട്. അതായത് റോസ് ഫാമിലിയുടെ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെയും പ്രയർ ഗ്രൂപ്പിൻ്റെയും പേജിൻ്റെയുമായിട്ടുള്ള 3 ഗ്രൂപ്പുകൾ നമുക്ക് മെസ്സഞ്ചറിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം റോസ് ഫാമിലിക്ക് ഉണ്ട് എന്നത് ഞാൻ അറിയിക്കുന്നു. ടെലഗ്രാം ആപ്പ് റോസ് ഫാമിലിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ദൈവമക്കളെ, റോസ് ഫാമിലിക്ക് യൂട്യൂബിൽ 2 ചാനലുകളും ഉണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയ നമുക്ക് ക്രമമായി നടന്നു വരുന്നു, സജീവമാണ് എന്നതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, നമ്മുടെ 2 വാട്സപ്പ് കൂട്ടായ്മകൾ എനി ടൈം ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന ഗ്രൂപ്പാണ്. അനേകരുടെ സാക്ഷ്യങ്ങളും മറ്റുമൊക്കെ കേൾക്കുന്ന ഒരു അനുഗ്രഹമേറിയ കൂട്ടായ്മയാണ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ താല്പര്യപ്പെടുന്നവർ എൻ്റെ ഇപ്പോൾ ഈ ലൈവിൽ നമ്പർ ഇട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എൻ്റെ മെസ്സേജിന് മുകളിലായിട്ട് എൻ്റെ നമ്പർ കിടപ്പുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ അതിൽ ജോയിൻ ആകാൻ താല്പര്യപ്പെടുന്നവർക്ക് ജോയിൻ ആകാം. പ്രാർത്ഥനാ വിഷയമുള്ളവരും ഞങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ മെസ്സഞ്ചർ ഗ്രൂപ്പിൽ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏത് നിമിഷവും അനുഗ്രഹിക്കപ്പെട്ട അഡ്മിന്മാർ നമുക്ക് റോസ് ഫാമിലിക്ക് ഉണ്ട് എന്നതും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിലൊക്കെ അടിക്കടി ഞാൻ നമ്മുടെ ഈ പേജിൽ മെസ്സേജുകളുമായിട്ട് കടന്നു വരുമായിരുന്നു. ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് അത് സാധിക്കാതെ പോയതാണ്. പക്ഷേ ഇനിയും വരും ദിവസങ്ങളിൽ ലഭിക്കുന്ന സമയങ്ങൾ അത് 15 മിനിറ്റെങ്കിലും വന്നു പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ടും ആ കർത്താവിന്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി കാത്തിരിക്കാൻ ദൈവമക്കളെ കർത്താവ് എല്ലാവരെയും സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.